ഗരിമ, ഞാൻ കുറച്ച് പാത്രം കഴുകട്ടെ. നീ ഈ കറിയൊന്നുണ്ടാക്കൂ. ഞാൻ ഉണ്ടാക്കിയാൽ ഇത് കരിഞ്ഞു പോകും അമ്മേ. അമ്മ തന്നെ ഉണ്ടാക്കിക്കോ. ഇങ്ങതാ, ഞാൻ കഴുകാൻ പാത്രം. ഷെടാ, ഞാനിവിടെ ഇല്ലേ? ഇല്ല, ഞാനിവിടെ തൂത്തു തുടയ്ക്കാം. പക്ഷെ എന്റെ കൂട്ടാന്റെയും കറിയുടെയും കാര്യമൊക്കെ അമ്മ തന്നെ നോക്കിക്കോ. നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ വന്ന് ഭക്ഷണം ഉണ്ടാക്കുവോ? മിണ്ടാതെ ഇവിടെ നിന്ന് കറി വെച്ചോ. എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒഴിവു പറയും. ഗീത പറയുന്നത് കേട്ട് അവളുടെ മകൾ ഗരിമ ചീനിച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ചു. ശേഷം മസാലയും കിഴങ്ങും പയറും അതിലേക്കിട്ടു. പിന്നെ ഒഴിക്കേണ്ടത് വെള്ളമായിരുന്നു. ഗരിമ പതുങ്ങി പതുങ്ങി ശ്രദ്ധിച്ച് കറി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ ഈ തുണിയൊന്ന് ഉണങ്ങാനിട്ടിട്ട് വരാം. കറി നോക്കിക്കോണം കേട്ടോ. ഹാ, ശരിയമ്മേ. ഗീത പോയ ശേഷം കുറച്ചുനേരം ഗരിമ കറിയിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ബോറടിച്ചു തുടങ്ങിയപ്പോൾ അവൾ അവളുടെ മൊബൈൽ എടുത്ത് വീഡിയോസ് കാണാൻ ആരംഭിച്ചു. വീഡിയോ കണ്ട് രസിച്ച് സമയം പോയതേ അവൾ അറിഞ്ഞില്ല. അപ്പോഴേക്കും ഗീത മുകളിൽ നിന്ന് തിരിച്ചു വന്നു. ഗ്യാസ് നിർത്തിയിരുന്നല്ലോ അല്ലേ? ഓ ഷിറ്റ്, ദൈവമേ, ഇല്ല ഇല്ല ഇല്ല. ഗരിമ പാത്രത്തിന്റെ മൂടി മാറ്റിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. കറി മരുഭൂമിയേക്കാൾ വറ്റി വരണ്ടുപോയിരിക്കുന്നു. ഒട്ടും തന്നെ ഗ്രേവി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ കറി കരിഞ്ഞിട്ടില്ലായിരുന്നു. താങ്ക് ഗോഡ്, ഞാൻ കറി കരിച്ചു കളഞ്ഞില്ല. ദാ, നല്ല പെർഫെക്റ്റ് ആലു മട്ടർ റെഡി. പെർഫെക്റ്റ്. ഇതിന്റെ ഗ്രേവി എവിടെ? അത് ഞാൻ ചിന്തിച്ചതേയില്ല. എന്നാ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ? ആ, എന്തിനാ വെള്ളം? പെട്രോൾ ഒഴിക്ക്. അതിന്റെ എങ്കിലും ടേസ്റ്റ് ഉണ്ടാകുമല്ലോ. മമ്മി, ശരിക്കും പെട്രോൾ ഒഴിക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ, ഈ പെണ്ണിനെ ഇത് എന്ത് ചെയ്യും? കെട്ടിച്ചു വിട്ടാൽ എന്നും ഇവൾ എന്നെ ചീത്ത കേൾപ്പിക്കും. എന്നത്തെയും പോലെ അന്നും ഗരിമ മാജിക് ചെയ്ത് കാണിച്ചു. മൂക്കി നിന്ന് ഗ്രേവി ഇല്ലാതാക്കി. അങ്ങനെ വൈകുന്നേര സമയം. എന്നാ പിന്നെ ഭക്ഷണം എടുത്തോളൂ, നല്ല വിശപ്പ്. നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നിട്ടാണോ വിശന്നിരിക്കുന്നത്? മണ്ടൂസേ, ആരാണ് ദിവസവും ഷാഹി പനീർ അല്ലെങ്കിൽ മട്ടർ പനീർ കഴിക്കുന്നത്? ഏറ്റവും നല്ലത് വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. എന്നാൽ ഇനി വേഗം ഭക്ഷണത്തെ വിളമ്പിക്കോളൂ. അത് പപ്പ, ഇന്ന് ഞാൻ ആലു മട്ടർ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായി. ആലു മട്ടർ? നീ ഒരു കാര്യം ചെയ്യൂ, റൊട്ടിയുടെ കൂടെ കുറച്ച് ചോറും കൂടെ കൊണ്ടുവരൂ. ഇല്ല പപ്പ, പേടിക്കണ്ട. അച്ഛന് ചോറിന് ആവശ്യം വരില്ല. റൊട്ടി തന്നെ അച്ഛൻ ഇഷ്ടപ്പെടും. ഗ്രേവി ഇല്ലാത്ത ആലു മട്ടർ കണ്ടപ്പോൾ തന്നെ അവളുടെ അച്ഛൻ മഹേഷിന്റെ മുഖം വാടി. ലക്ഷം തവണ പരിശ്രമിച്ചിട്ടും ഗരിമയ്ക്ക് ഗ്രേവിയുള്ള കറി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനു കാരണം അവളുടെ ഫോൺ നോക്കുന്ന സ്വഭാവമായിരുന്നു. സമയം കടന്നുപോയി. ഗരിമ വിവാഹിതയായി. അവളുടെ ഭർത്തൃവീട്ടുകാർ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ കർശനക്കാരും വിട്ടുവീഴ്ചയില്ലാത്തവരുമായിരുന്നു. അങ്ങനെ ഗരിമ ആദ്യമായി അടുക്കളയിൽ കയറിയ ദിവസം. ഇതാ പപ്പാജി, ഇത് മട്ടർ പനീർ, ഇത് ആലു പനീർ, ഇത് മുരിങ്ങയില കറി. മോളെ, ഇതെല്ലാം എന്തിനാണ് ഇത്ര ഉണങ്ങിയിരിക്കുന്നത്? പപ്പാജി, അതൊരു പുതിയ സ്റ്റൈലിലുള്ള കറിയാണ്, ഡ്രൈ ഫ്രൈ. പക്ഷെ മോളെ, ഇനി മുതൽ കുറച്ച് ഗ്രേവിയും കൂടെ വേണം. ഈ വരണ്ട കറി കൂട്ടി എങ്ങനെ ചോറ് തിന്നാനാണ്? സോറി മമ്മീജി, ഞാൻ നാളെ മുതൽ ശ്രദ്ധിച്ചോളാം. ഗരിമയ്ക്ക് അത് വളരെ വിഷമം തോന്നി. അവൾ അടുത്ത ദിവസം മുതൽ ഗ്രേവിയിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അവൾ നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. മസാലയും വെള്ളവും മുട്ടയും ഇട്ട് തിളപ്പിച്ച് പ്ലേറ്റ് കൊണ്ട് മൂടിവെച്ചു. പക്ഷേ എപ്പോഴാണ് അവൾ മൊബൈൽ എടുത്തതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. മുട്ടക്കറി കരിഞ്ഞുപോയില്ല. പക്ഷേ അതിൽ നിന്നും ഗ്രേവി, കഴുതയുടെ തലയിൽ നിന്ന് കൊമ്പ് എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ അതും അപ്രത്യക്ഷമായി. തീർന്നു. ഇതെന്തായാലും പെട്ടു. ഇനി രക്ഷയില്ല. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഒന്നുകൂടെ മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് അവളുടെ ഭർത്താവിന്റെ ശബ്ദം കേട്ടു. ഞാനും അച്ഛനും ലേറ്റ് ആകുന്നു, വേഗം ഭക്ഷണം കൊണ്ടുവായോ? ഗരിമ വിറച്ചുകൊണ്ട് തന്റെ ഭർത്തൃവീട്ടുകാരുടെ മുന്നിലേക്ക് കറി കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതിൽ ചാറുണ്ടായിരുന്നില്ല. മരുമോളെ, നീ ഇതെന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് മമ്മീജി, മുട്ട കറി, ഡ്രൈ എഗ്. ഇതിനെ ബോയിൽഡ് എഗ് എന്നാണ് പറയുന്നത് ഗരിമ. പക്ഷെ കറി കൂടെ കൊണ്ടുവരൂ. അതെ, ഇത് മാത്രമേ ഉള്ളൂ. ഗ്രേവി വറ്റിപ്പോയി. അതെ, വറ്റിപ്പോയോ അതോ കരിഞ്ഞുപോയോ? നോക്കു മോളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നിന്റെ ഈ പുതിയ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ട് എന്റെ വയറ് പ്രശ്നമാ. എന്റെ വയറ് മൊത്തം കത്തുകയാ. നീ കുറച്ച് ഗ്രേവി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ വലിയ ഉപകാരമായേനെ. അല്ലെങ്കിൽ ഒരു ദിവസം ഞങ്ങളും ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി മരിച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ? ഇത്തവണ ഓംപ്രകാശിന്റെയും സർലയുടെയും സ്വരത്തിൽ ദേഷ്യം കലർന്നു. അടുത്ത ദിവസം ഗ്രേവിയുള്ള ആലു ടൊമാറ്റോ കറി ഉണ്ടാക്കിയേ അടങ്ങൂ എന്ന് ഗരിമ ശപഥം ചെയ്യുന്നു. അവൾ മുഴുവൻ മസാലകളും വെള്ളവും ഒഴിക്കുന്നു. പിന്നെ മൊബൈലിലെ പല വീഡിയോകളിൽ പല ഷെഫുമാർ എങ്ങനെയാണ് കറി പെർഫെക്റ്റായി ഉണ്ടാക്കേണ്ടതെന്ന് അവളോട് പറയുന്നു. ഇത് കണ്ട് ഗരിമയ്ക്ക് വളരെ സന്തോഷമായി. അങ്ങനെ അവൾ ഓരോന്നോരോന്നായി വീഡിയോകൾ മുഴുവനായി കാണാൻ തുടങ്ങി. ഇപ്പോ കാണാം എന്റെ ഗ്രേവി എങ്ങനെയാണ് വറ്റിപ്പോകുമെന്ന്.
ഇത്രയും പറഞ്ഞ് ഗരിമ മൊബൈൽ സൈഡിലേക്ക് മാറ്റിവെച്ചു. പാത്രത്തിന്റെ മൂടി തുറന്നതും തക്കാളി മുഴുവൻ കറുത്തുപോയതായി അവൾ കാണുന്നു. ഉരുളക്കിഴങ്ങ് കല്ലുപോലെ ആയിരിക്കുന്നു. ചീനിച്ചട്ടി അമാവാസി രാത്രി പോലെ കറുത്തിരുന്നു. പിന്നെ ഗ്രേവി, അത് സ്വർഗം പൂകിയിരുന്നു. പക്ഷേ ഈ മുഴുവൻ പരിപാടിയും സമാപിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഗരിമ, എനിക്കും അച്ഛനും ലേറ്റ് ആകുന്നു. വേഗം ഭക്ഷണം കൊണ്ടുപോയോ? പ്ലീസ്, എന്തെങ്കിലും ഗ്രേവി ഉള്ളത് കൊണ്ടുവരണം. ഇത് കേട്ട് ഇത്തവണ ഗരിമയുടെ രക്തം കൂടി വറ്റിപ്പോയി. അവൾ ആകെ ക്ഷീണിതയായി. ആ കടായിൽ അത്ഭുതകരവും അനശ്വരവുമായ ആ മാന്ത്രികമായ ചൂട് കറിയുമായി വന്ന് അത് തന്റെ വീട്ടുകാരുടെ മുന്നിൽ വച്ചു. എന്നിട്ടവൾ തല വെട്ടാൻ ഉത്തരവിട്ട കൈകാലുകൾ ബന്ധിച്ച് ഒരു പ്രതിയെപ്പോലെ നിന്നു. അന്ന് ഗരിമയ്ക്ക് കണക്കിന് തന്നെ കിട്ടി. ആ ദിവസം തന്നെ അവൾ കരഞ്ഞുകൊണ്ട് തന്റെ പെട്ടിയും പാക്ക് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. അതെ, എന്തുപറ്റി? നീ എന്തിനാണ് ഇങ്ങനെ ഉണങ്ങിയ ഇല കണക്കിനെ നിൽക്കുന്നത്? മതി അമ്മേ, ഈ ഉണങ്ങൽ എന്റെ ജീവിതം നശിപ്പിച്ചു. ഗരിമ മുഴുവൻ കാര്യങ്ങളും തന്റെ അമ്മയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ഗീത അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വെള്ളം നിറച്ച ഒരു ബക്കറ്റിലേക്കിട്ടു. അമ്മേ, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? നീ വളരെ ശരിയാ ചെയ്തത് ഗീത. ഇനി നോക്കിക്കോ, നിന്റെ എല്ലാ കറിക്കും ഗ്രേവി ഉണ്ടാകും. ഇനി നിന്റെ ബാഗ് എടുത്തു വാ, നിന്നെ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടാക്കാം. ഭർത്തൃവീട്ടിലെത്തി ഗരിമയുടെ അമ്മ ഗീത എല്ലാവരുടെയും മുന്നിൽ കൈകൂപ്പുന്നു. നിങ്ങൾ ഇവളോട് ക്ഷമിക്കണം. ഇനി ഇവളുടെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയുണ്ടാകില്ല. പക്ഷെ ഗീത, ഇവളെ കൊണ്ട് ഗ്രേവിയുള്ള കറി ഉണ്ടാക്കാൻ പറ്റില്ല. നീ വളരെ ശരിയാ ചെയ്തത് ഗീത. ഇവളുടെ അമ്മ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാം. ആ, അങ്ങനെയാണെങ്കിൽ വരൂ. ഇന്ന് വൈകുന്നേരത്തെ ഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് വീട്ടിൽ പോകാം. അതിനുശേഷം എല്ലാവരും തീന്മേശയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഗരിമയാണെങ്കിൽ ആദ്യമായി മൊബൈലില്ലാതെ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൾക്ക് ആത്മാവില്ലാത്ത ശരീരം പ്രവർത്തിപ്പിക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. അവൾ മസാലയിട്ട് നന്നായി വെള്ളമൊഴിച്ചു. പിന്നീട് മുട്ടയും ഇട്ടു. പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പൂർണ്ണ ശ്രദ്ധയോടെ കറി തിളയ്ക്കുന്നത് നോക്കി നിന്നു. അപ്പോൾ പുറത്തുനിന്നും ശബ്ദം വന്നു. ഗ്രേവി ശ്രദ്ധിക്കണം ഗരിമ. വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. ഹാ, ഇത്തവണ എല്ലാം ശരിയാകും. തന്റെ അമ്മയുടെയും അമ്മായിയമ്മയുടെയും വാക്കുകൾ കേട്ട് ഗരിമ ചട്ടിയിലേക്ക് നോക്കി. പിന്നെ കുറച്ചു സമയത്തിനു ശേഷം ഒരു നീണ്ട ശ്വാസമെടുത്തു. എന്നിട്ട് കടായിയുടെ അടപ്പ് തുറന്നു. അവളുടെ കൺമുന്നിൽ ചാറും ഗ്രേവിയും ഒക്കെയുള്ള അടിപൊളി മുട്ടക്കറി തയ്യാറായിരുന്നു. പിന്നെ തീന്മേശയിൽ ആ കറി കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. വാവ്, ഒന്നും കൂടുതലുമല്ല കുറവുമില്ല. ഉപ്പും മുളകും എല്ലാം പാകത്തിന്. നിങ്ങൾ വിഷമിക്കേണ്ട, ഇനി മുതൽ എന്നും ഇതുപോലെ നല്ല ഗ്രേവിയുള്ള കറിയായിരിക്കും ഇവൾ ഉണ്ടാക്കുക. ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ മരുമകൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നേരത്തെ പഠിപ്പിക്കാൻ പറ്റാത്ത കുറച്ചു കാര്യങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ചു. ആ ദിവസം എല്ലാവരും ഗരിമയെ വാനോളം പുകഴ്ത്തി. അവളുടെ ഭർത്താവ് സുരേഷിനും വളരെ സന്തോഷമായി. സന്തോഷത്തോടുകൂടി അയാൾ പറഞ്ഞു, ഇത്രയും സ്വാദിഷ്ടമായ മുട്ടക്കറി ഇന്നുവരെ ഞാൻ കഴിച്ചിട്ടില്ല. നീ അടിപൊളിയായിട്ട് ചെയ്തു ഗരിമ. നിനക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ നാളെ തന്നെ നിനക്ക് പുതിയൊരു മൊബൈൽ വാങ്ങിത്തരാം. വേണ്ട വേണ്ട. അമ്മേ, ഇന്നെനിക്ക് ബ്രെഡ് പിസ്സ കഴിക്കാൻ കൊതിയാവുന്നു. ഇന്നെനിക്ക് വേണ്ടി ബ്രെഡ് പിസ്സ ഉണ്ടാക്കിത്താ. പക്ഷേ വീട്ടിൽ ബ്രെഡ് ഇല്ലല്ലോ മോളെ. ഞാൻ റൊട്ടിയും കറിയും ഉണ്ടാക്കാം. അച്ഛൻ ബ്രെഡ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നിനക്ക് ഞാൻ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാം. റൂഹിയുടെ അച്ഛൻ മദൻ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. ദിവസങ്ങൾക്ക് ശേഷം, കൊള്ളാം, ഇന്ന് റൂഹി മോൾ ബ്രെഡ് കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. എന്തുപറ്റി മദൻ ചേട്ടാ, സന്തോഷത്തിലാണല്ലോ? അതെ രാജേഷ്, ഇന്ന് ഒരുപാട് ബ്രെഡ് ബാക്കി വന്നു. എന്റെ മോള് ഇത്രയും ബ്രെഡ് കണ്ട് ഒരുപാട് സന്തോഷിക്കും. ഇങ്ങനെ പറഞ്ഞ് മദൻ ഒരുപാട് ബ്രെഡ് എടുത്ത് വീട്ടിലേക്ക് പോയി. ബ്രെഡ് കണ്ട് റൂഹി സന്തോഷത്തിൽ തുള്ളിച്ചാടി. അച്ഛൻ ബ്രെഡ് കൊണ്ടുവന്നേ. അമ്മേ നോക്ക്, അച്ഛൻ എന്തോരം ബ്രെഡ് കൊണ്ടുവന്നെന്ന്. ഇനി എനിക്ക് ബ്രെഡ് പിസ്സ ഉണ്ടാക്കിത്താ. മോള് വേഗം എന്റെ കൊച്ചുമകൾക്ക് ബ്രെഡ് പിസ്സ ഉണ്ടാക്ക്. അവൾക്ക് ചെയ്യുമ്പോൾ എനിക്കും കൂടെ ഉണ്ടാക്ക്. അമ്മേ, ഞാനിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയാൽ ഭക്ഷണം വെറുതെ കളയണം. അതുകൊണ്ട് നാളെ ഉണ്ടാക്കാം ബ്രെഡ് പിസ്സ. ഇല്ല മുത്തശ്ശി, അമ്മയോട് ഇന്ന് തന്നെ ഉണ്ടാക്കാൻ പറ ബ്രെഡ് പിസ്സ. ശരി മോളെ, ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങൾക്ക് നാളെ ഉണ്ടാക്കാം. ഇന്ന് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കു നീ. അതേ രജനി, നീ അവൾക്ക് ഉണ്ടാക്കി കൊടുക്ക്. നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജൊന്നുമില്ലല്ലോ ബാക്കി വരുന്ന ഭക്ഷണം വയ്ക്കാൻ. നാളത്തേക്കിന് ഇത് കേടായി പോകും. അതുകൊണ്ട് നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം. നീ റൂഹിക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്ക്. അവൾ കൊതിച്ചതല്ലേ. രജനി റൂഹിക്ക് ബ്രെഡ് പിസ്സ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചവൾ സന്തോഷിച്ചു. അടുത്ത ദിവസം മദൻ ജോലിക്ക് പോയി. ജോലിക്ക് പോകുന്നവൻ ദിവസവും ജോലിക്ക് പോയി ഓവർ ടൈം ചെയ്യുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഫാക്ടറിയിൽ തീപിടിച്ച് മദനോടൊപ്പം 3 പേർ ആ വിപത്തിൽ മരിച്ചു. വീട്ടിൽ രജനിയും ബ്രെഡ് പിസ്സ ഉണ്ടാക്കി.
ഞാൻ ബ്രെഡ് പിസ്സ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും വേഗം വാ, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ബ്രെഡ് പിസ്സ കഴിക്കാം. അവനെ ഒരുപാട് നേരം കാത്തിരുന്ന ശേഷം രജനി പറഞ്ഞു, അമ്മേ, നിങ്ങൾ രണ്ടുപേരും ബ്രെഡ് പിസ്സ കഴിച്ചോ? ഞാൻ ചേട്ടൻ വന്നിട്ട് കഴിക്കാം. രാവിലെ പറഞ്ഞായിരുന്നു ഇന്ന് വരാൻ താമസിക്കുമെന്ന്. കാരണം ഇന്ന് ഓവർ ടൈമുണ്ട്. ആ ശരി മോളെ, താ, ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചോളാം. രജനി അവർക്ക് രണ്ടുപേർക്കും ബ്രെഡ് പിസ്സ കഴിക്കാൻ കൊടുത്തു. അത് കഴിച്ച് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങി. ഇവിടെ രജനി രാത്രി മുഴുവനും മദനെ കാത്തിരുന്നു. എന്നാൽ അവളറിയാതെ ഇടയ്ക്കങ്ങ് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ അവൾ കണ്ണു തുറന്നപ്പോൾ ഒരുപാട് വിഷമിക്കാൻ തുടങ്ങി. മദനെ അന്വേഷിച്ച് എപ്പോൾ അവൾ പുറത്തേക്കിറങ്ങിയോ, നോക്കിയപ്പോൾ ഫാക്ടറിയിലെ കുറച്ചാൾക്കാർ മദന്റെ ശവവുമായി അവരുടെ മുറ്റത്ത് നിൽക്കുന്നു. മദന്റെ ശരീരം കണ്ട് അവൾ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. അവൾ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇല്ല ഇല്ല, എന്തു പറ്റി എന്റെ ചേട്ടന്? ഇന്നലെ വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പെട്ടെന്നത് എന്തു പറ്റിയതാ? അനിയത്തി, ഞങ്ങൾ ഇന്നലെ ഫാക്ടറിയിൽ നിന്ന് നേരത്തെ പോയി. എന്നാൽ മദനോടൊപ്പം 3 പേർ ഫാക്ടറിയിൽ ഓവർ ടൈമിലായിരുന്നു. രാത്രി ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് ഫാക്ടറിയിൽ തീപിടിച്ചു. അവിടെ മദനും ഈ 3 പേർക്കൊപ്പം കുറച്ചുപേർ തീയിൽ പെട്ടുപോയി. ദൈവമേ, ഈ ചതി എന്നോട് എന്തിനു ചെയ്തു? മദൻ പോയതിനു ശേഷം കുടുംബം മുഴുവനും ഷോക്കിലായി. രജനിയുടെ അമ്മ സരള ധൈര്യമുള്ളവളായിരുന്നു. അവൾ മരുമകൾക്ക് ധൈര്യം കൊടുത്തു പറഞ്ഞു, കരയണ്ട മോളെ, നീ എത്ര ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും? അവൻ നമ്മളെ വിട്ടിട്ട് പോയത് ശരിയാണ്. എന്നാൽ നീയും ഇനി ദിവസവും ഇങ്ങനെ പട്ടിണി കിടന്നാൽ നീയും അങ്ങ് പോയി. പാവം റൂബിയുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചോ? രജനി, ഇനി ഇവളുടെ മാതാവും പിതാവും നീയാണ്. എന്തെങ്കിലും ജോലി കണ്ടെത്തി നീ അവളെ നോക്കണം. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? നിനക്കറിയാമോ, നിന്റെ ഉള്ളിൽ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാനുള്ള നല്ല കഴിവുണ്ട്. അതും മിഷ്യനുകളുടെ സഹായമില്ലാതെ. ഈ കഴിവ് ഗ്രാമത്തിൽ ആർക്കുമില്ല. നീ വിചാരിച്ചാൽ ബ്രെഡ് പിസ്സ ഉണ്ടാക്കി വിറ്റ് ഈ കുടുംബം നോക്കാൻ പറ്റും. നിന്റെ ഭർത്താവില്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കണ്ട. അമ്മ നിന്റെ കൂടെയുണ്ട്. അമ്മായിയമ്മയുടെ വാക്കുകൾ ശരിയാണെന്ന് തോന്നി. അവൾ അടുത്തുള്ള മുത്തശ്ശിയുടെ പഴയ കട വാങ്ങി. പിന്നെ വീട്ടിലുണ്ടായിരുന്ന ബ്രെഡ് കൊണ്ട് ബ്രെഡ് പിസ്സയും ഉണ്ടാക്കി. അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. വരൂ വരൂ, 40 രൂപയുടെ ബ്രെഡ് പിസ്സ വാങ്ങൂ, വരൂ വരൂ. അപ്പോൾ അവളുടെ അടുത്തേക്കൊരാൾ വന്നു. ആഹാ, വെറും 40 രൂപയ്ക്ക് ബ്രെഡ് പിസ്സ? ആ പെങ്ങളെ, എനിക്ക് തരാമോ? നിനക്കറിയില്ല ബ്രെഡ് പിസ്സ എനിക്ക് എന്തോരം ഇഷ്ടമാണെന്ന്. ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി നഗരത്തിലേക്ക് വരെ പോകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ബ്രെഡ് പിസ്സ വന്നല്ലോ. ഇനി നഗരത്തിലേക്ക് പോകേണ്ട ആവശ്യമെന്താ? ചേട്ടാ, ചേട്ടൻ പറയുന്നത് കേട്ടാൽ അറിയാം ചേട്ടന് ബ്രെഡ് പിസ്സ ഒരുപാട് ഇഷ്ടമാണെന്ന്. നിങ്ങൾ നിരാശനാകില്ല. ഞാനുണ്ടാക്കിയ ബ്രെഡ് പിസ്സ കഴിക്കൂ. നിങ്ങൾ നഗരത്തിലെ പിസ്സയുടെ ടേസ്റ്റ് മറന്നുപോകും. ഇങ്ങനെ പറഞ്ഞവൾ ബ്രെഡ് പിസ്സ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ച് അയാളും സന്തോഷിച്ചു. ഈ ബ്രെഡ് പിസ്സയുടെ ചർച്ച ഗ്രാമം മുഴുവനും പടർന്നു. അങ്ങനെ അവിടെ ഒരുപാട് ആൾക്കാരുടെ തിരക്കായി. ഗ്രാമത്തിൽ ബ്രെഡ് പിസ്സ വന്നത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. രജനിയുടെ കച്ചവടം നന്നായി കൂടി ഒരുപാട് സമ്പാദിക്കാനും തുടങ്ങി. അമ്മ പറഞ്ഞത് ശരിയാ. നമുക്ക് നമ്മളെ വിശ്വാസം വേണം. നോക്ക് എന്റെ അധ്വാനത്തിന്റെ ഫലം. നിന്റെ കയ്യിൽ തന്നെ വയ്ക്കും മോളെ, നിന്റെ അധ്വാനമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ കടയിൽ പിസ്സ വിൽക്കാൻ തുടങ്ങി. ഒരിക്കൽ കടയിലേക്ക് കുറെ ടൂറിസ്റ്റുകൾ വന്നു. അവൾ ഉണ്ടാക്കിയ ബ്രെഡ് പിസ്സയും അവർ കഴിച്ചു. വാവ്, എന്ത് നന്നായിട്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ബ്രെഡ് പിസ്സ കഴിച്ചിട്ടേ ഇല്ല. നന്ദിയുണ്ട് ചേട്ടാ. രജനിയുടെ ബ്രെഡ് പിസ്സ ഫേമസ് ആയപ്പോൾ ജനങ്ങൾ വലിയ ലൈനിൽ നിന്ന് ബ്രെഡ് പിസ്സ കഴിക്കാനായി വന്നു. ഇതിലൂടെ അവൾ അവളുടെ കുടുംബം വളരെ നന്നായി നോക്കി. വലിയ വീടും അവൾ വച്ചു. അതിൽ എല്ലാവരും സുഖമായി ജീവിച്ചു. പിന്നെ ഗ്രാമത്തിൽ സ്വന്തമായൊരു കടയും തുറന്ന് ബ്രെഡ് പിസ്സ വിൽക്കാനും തുടങ്ങി. Thanks for watching.